ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു, പിന്നെ വേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഒരു വിധത്തിൽ തോന്നുന്നത് നമ്മൾ സ്ത്രീകൾ തന്നെ ഇതിനെതിരെ സംസാരിക്കണമെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരുത്തി കാണിച്ചു വെച്ച ഒരു പോക്രിത്തരത്തിൻ്റെ ഫലമായിട്ട് പോയത് ഒരു മനുഷ്യൻ്റെ ജീവനാണ് പോയത്. ആ ജീവൻ എന്ത് പകരം കൊടുത്തിട്ട് എന്ത് കാര്യമാണ്? അവരുടെ വീട്ടുകാർക്ക് പോയി ആ അമ്മയുടെ ആ കണ്ണീര് മതി. അവൾ എവിടെ പോയാലും, ഏത് നാട് വിട്ട് എവിടെ ചെന്നെന്ന് പറഞ്ഞാലും അവളൊന്നും ഒരു കാലത്തും ഗതി പിടിക്കാൻ പോകില്ല. അതിൻ്റെ അവസാനം ഇതിനെല്ലാം ക്ഷമ പറഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും അവിടെയൊക്കെ അവസാനമെന്ന് തന്നെ പറയും. ഏതായാലും ഒരു ജീവനാണ് പോയതല്ലേ. സത്യം പറഞ്ഞാൽ സ്ത്രീകൾക്കെതിരെ സംസാരിക്കാൻ കുറേ ഫെമിനിസ്റ്റുകളും അതുപോലെ തന്നെ കുറേ അവളുമാരും സ്ത്രീ സംഘടനകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പുരുഷനെതിരെ സംസാരിക്കാൻ ആരുണ്ടല്ലേ? ഒരു വിധത്തിൽ പുരുഷൻ്റെ ജീവനല്ലേ പോയത്. അതിപ്പം മൃഗം ചത്തു എന്ന് പറയുന്നതായിരിക്കും, മരിച്ചെന്നല്ല ചത്തു എന്ന് പറയുന്നതായിരിക്കും. കാരണം സ്ത്രീകൾക്കല്ലേ ഈ സമൂഹത്തിൽ മുൻഗണന. ഇപ്പം നേരെ തിരിച്ച് ഒരു സ്ത്രീ ആയിരുന്നു മരിച്ചതെങ്കിൽ ഇവിടെ ഇതായിരുന്നോ നടക്കാൻ പോകുന്നത്? അതിൻ്റെ പുറകെ പ്രതിഷേധിക്കാൻ ആൾക്കാർ, ഇതിനാൾക്കാർ എല്ലാത്തിനും കാണും. കാരണം പുരുഷൻ്റെ ജീവന് മാത്രം എന്താണ് വിലയില്ലാത്തതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു വിധത്തിൽ ആ പുള്ളിക്കാരൻ എന്ത് ചെയ്തു? കാരണം കുറേ മറ്റവളുമാർ തെറിയാണ് പറയേണ്ടത്. നമ്മുടെ മാന്യത വെച്ചത് സംസാരിക്കുന്നില്ല. കാരണം കുറേ മറ്റവളുമാർ ഇറങ്ങിയിട്ടുണ്ട്. കുറേ കൂർപ്പിച്ച് പിടിക്കേണ്ട കാര്യങ്ങളൊക്കെ കൂർപ്പിച്ച് തള്ളിപ്പിടിച്ചുകൊണ്ട് ആണുങ്ങളുടെ നെഞ്ചത്തോട്ട് കയറാൻ വേണ്ടി കുറേ അവളുമാർ ഇറങ്ങി ബസ്സിൽ കയറി വരുന്നുണ്ട്. അങ്ങനെയുള്ള അവളുമാർ കുറേ പാവപ്പെട്ട ഒന്നും അറിയാത്ത, നമുക്ക് ആ വീഡിയോ എന്നതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാം. ആ വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഒരു തെറ്റും ചെയ്യാത്തൊരു മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ തോളത്തോട്ട് അവളാണ് ഒരച്ച് കയറി ചെല്ലുന്നതെന്ന് ഏത് പൊട്ടനും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. എന്നിട്ടാണ് അവൾ ആ വീഡിയോ പ്രചരിപ്പിച്ചത്. അത് പോട്ടെന്ന് വെക്കാം. അതിനുശേഷം വേറൊരു വീഡിയോയും കൂടെ പ്രചരിപ്പിച്ചു. ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് ആ മനുഷ്യൻ അത്രയും അധികം മാനസിക സമ്മർദ്ദത്തിലെത്തിയതിന് ശേഷമാണ്. കാരണം സമൂഹത്തിലൊരു മാന്യനായ ഒരു വ്യക്തി ആയിരിക്കാം. അപ്പോൾ വേറൊരു പെൺകുട്ടി പോലും അദ്ദേഹത്തിന് നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ട് ബസ്സിലുണ്ടായ ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് വേറൊരു പെൺകുട്ടി വന്നിട്ടുണ്ട്. അത് നല്ല രീതിയിലുള്ളൊരു അനുഭവമാണ് പങ്കുവെക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ അങ്ങനെ ഒരു വ്യക്തിയല്ലെന്നാണ് അറിയാവുന്നവരും എല്ലാവരും. ആ വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. ഏതായാലും ഒരു ജീവൻ പോയല്ലേ. ഒരു ജീവൻ ഒരു വിലയുമില്ലേ എന്നാണ് നമ്മൾ സത്യത്തിൽ ഇതിനെതിരെയാണ് പ്രതിഷേധിക്കേണ്ടതെന്ന് തന്നെ പറയണം. ഇപ്പം നമ്മൾ എന്തൊക്കെ കാശോ കാര്യങ്ങളോ സഹായമോ ഒന്നും കൊടുത്ത് ആ അമ്മയ്ക്ക് ആ മകനെ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? പണം കൊടുത്തിട്ട് ഒരാളുടെ ജീവന് തുല്യമാവുമോ? എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതൊക്കെ ഒരു സഹായമാണ് എന്ന് മാത്രം പറയാമല്ലേ. ഒറ്റ മോനായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പം അവരുടെ കുടുംബത്തിനത് ഏറ്റവും വലിയൊരു തീരാ നഷ്ടം തന്നെയാണെന്ന് പറയാം. അല്ലാതെ എന്ത് പറയാനല്ലേ. സത്യം പറഞ്ഞാൽ പയ്യന്നൂരിൽ വെച്ചാണ് ബസ്സിൽ ലൈംഗിക അതിക്രമം നേരിട്ട് വന്ന് ചൂണ്ടിക്കാട്ടി കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള യുവതി എന്നൊന്നും അല്ല മറ്റവൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പങ്കുവച്ചിരുന്നത്. വീഡിയോയ്ക്ക് നിരവധി പ്രതികരണങ്ങളാണ് ഉണ്ടായത്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഇവർ രംഗത്ത് വരികയായിരുന്നു. ബസ്സിൽ വെച്ച് നടന്ന കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ് രണ്ടാമത് പങ്കുവച്ചത്. ഇത് സുഹൃത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ദീപക്കിനെ അറിയിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് ഞായറാഴ്ച പുലർച്ചെയോടെ ദീപക്കിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിഷയം ഞായറാഴ്ച സംസാരിക്കാമെന്ന് ദീപക്കിനോട് പറഞ്ഞിരുന്നതായി സുഹൃത്ത് വ്യക്തമാക്കുന്നുണ്ട്. ഞായറാഴ്ച കാണാമെന്ന് ഞാൻ അവനോട് പറഞ്ഞിരുന്നു. എല്ലാം സംസാരിക്കാം. സമാധാനത്തോടെ നല്ല രീതിയിലാണ് അവൻ രാത്രിയിൽ സംസാരിച്ചത്. എന്തെങ്കിലും ശബ്ദത്തിൽ മാറ്റം വന്നാൽ തന്നെ ഞാൻ അറിയും. 9:30 സംസാരിച്ചത്. ബിരുദം വീണ്ടും ഒരു വീഡിയോ കൂടി ഇട്ടപ്പോൾ അത് ഞാൻ അവനോട് പറഞ്ഞിരുന്നു. ആ വീഡിയോ അയച്ചു എന്ന് ദീപക് പറഞ്ഞു. വീഡിയോ കാണണ്ട, രാവിലെ സംസാരിക്കാം എന്ന് പറഞ്ഞു. എന്നാൽ വീണ്ടും ചോദിച്ചപ്പോഴാണ് വീഡിയോ ഇട്ടുകൊടുത്തത്. പിന്നെ മറുപടി ഒന്നും വന്നില്ല. സുഹൃത്ത് പറയാണ്, ഒരു ഗാർമെൻറ്റ്സ് കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു ദീപക്. വീട്ടുകാർക്കൊന്നും വീഡിയോ വന്ന കാര്യം അറിയില്ല. സുഹൃത്തുക്കൾ സംസാരിച്ച് വീട്ടുകാരെ അറിയിക്കാമെന്നായിരുന്നു വിചാരിച്ചത്. ഇങ്ങനെ സംഭവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ദീപകിൻ്റെ അമ്മയോട് രാവിലെയാണ് വീഡിയോയുടെ കാര്യം പറഞ്ഞത്. എല്ലാം കോമാളിത്തരമായി തോന്നുന്നത്. ജീവിതം വെച്ച് കളിക്കരുത്, അതേ ഉള്ളൂ. ജീവിതം വെച്ച്, ഒരു മനുഷ്യൻ്റെ ജീവിതം വെച്ച് കളിക്കരുത് എന്നേ പറയാനുള്ളൂ. ഇതിനെതിരെ പ്രതിഷേധമുണ്ടാകും എന്ന് ദീപകിൻ്റെ സുഹൃത്താണെങ്കിൽ പോലും അത്രയും അധികം പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ആ മനുഷ്യൻ ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത്. ഒരു വിധത്തിൽ എന്താണല്ലേ, ആ അമ്മയ്ക്ക് ആ മകനെ, ആ അമ്മയുടെ തീരാ കണ്ണീരിനി എന്തെങ്കിലും തോരുമോ? കാരണം ഒറ്റ മകനാണ്. അതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ആ സുഹൃത്ത് പോലും അത്രയും അധികം കരഞ്ഞ് സംസാരിക്കുന്നുണ്ട്. ആ മനുഷ്യൻ എന്ത് നല്ല മനുഷ്യനായിരിക്കും. കാരണം ഇന്നത്തെ കാലത്ത് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി കുറേ അവളുമാർ, കാരണം 2-3 തവണ നല്ലൊരു സംഭവം ബസ്സിൽ ഉണ്ടായ ആൾക്കാരെ പ്രതികരിച്ച് പെൺകുട്ടികൾ രംഗത്ത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. എല്ലാ തവണയും ആവശ്യമില്ലാത്ത സാമാനങ്ങളെല്ലാം കൂർപ്പിച്ച് വെച്ചുകൊണ്ട് ആണുങ്ങളുടെ നെഞ്ചത്ത് കയറാൻ വേണ്ടി, എന്നിട്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി കുറേ മറ്റവളുമാർ നടക്കുന്നുണ്ട്. അവളുമാർക്കൊക്കെ ഇത് ഇനിയും ഉണ്ടാകാൻ ചാൻസേ ഉള്ളൂ. കാരണം ഇവളെയൊക്കെ പിടിക്കുമോ നമ്മുടെ പോലീസല്ലേ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും ഇത്രയെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കണം തോന്നി. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്.